അതായത് ഇത്തരത്തിൽ ഒരു ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് നമ്മുടെ കുരിയാത്തി ഡിവിഷനിലെ അധികാരികളാണ്. വാട്ടർ വർക്സിൽ കഴിഞ്ഞ ഈ മാസം അതായത് 4, 5, 6 തീയതികളിൽ വാട്ടർ ടാങ്ക് ക്ലീനിങ് എന്ന പേരിൽ 3-4 ദിവസം വെള്ളമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞു ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ വെള്ളം എത്തിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ അവസരങ്ങളെല്ലാം ഞാൻ ടാങ്കറിൽ വെള്ളം കോർപ്പറേഷനിലെ വഴി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിരുന്നു. പക്ഷേ 4-5 ദിവസം കഴിഞ്ഞിട്ടും നാളിതുവരെ ഇന്നിപ്പോൾ 19-ാം തീയതിയാണ്, ഇതുവരയ്ക്കും വെള്ളം കിട്ടിയിട്ടില്ല. അറിയാമല്ലോ, അണിക്കവിളാകം മേഖലകളിൽ വെള്ളം വന്നിട്ട് ഏകദേശം 2 ആഴ്ചയായി. പലരും കുടിവെള്ളം വാങ്ങിയാണ് കുടിക്കുന്നത്. കുട്ടികൾക്ക് പോലും കൊടുക്കാൻ വെള്ളമില്ല എന്ന അവസ്ഥ ഞാൻ AXCയെയും AEയും നിരന്തരമായി വിളിച്ചു പറഞ്ഞിട്ട് പോലും അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ജനങ്ങൾ മുഴുവൻ എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് വേറെ നിവൃത്തി ഒന്നുമില്ല. എനിക്ക് എന്തായാലും ഇതിനു മുമ്പ് സമാനമായ ഒരു 4-5 മാസത്തിന് മുമ്പ് സമാനമായ ഒരു സംഭവം ഉണ്ടായി. അന്ന് നല്ല വേനൽ കാലമായിരുന്നു. അന്ന് പറഞ്ഞു നമുക്ക് വെള്ളം ഷോർട്ടാണ്, ഡാമുകളിൽ വെള്ളമില്ല എന്ന വാദമാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് ഞാൻ ജനങ്ങളോട് ഇതേ അവസ്ഥ എനിക്ക് പറയാൻ കഴിയുമോ? ടാങ്കിൽ വെള്ളമില്ലാത്തത് നമ്മുടെ ഡാമുകളിൽ വെള്ളമില്ലാത്തത് കൊണ്ടാണ് വാട്ടർ അതോറിറ്റി വെള്ളം പമ്പ് ചെയ്ത് തരാത്തതെന്ന് പറയാൻ എനിക്ക് ഒരിക്കലും സാധ്യമല്ല. അത് ജനങ്ങൾക്ക് ബോധമുള്ളവരാണ്. അവർ നിരന്തരമായി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് ദിവസവും രാവിലെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് AXCയും വിളിക്കുക എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞു അതിന് ഈ ക്ലീനിങ്ങിന് ശേഷം എവിടെയോ പൈപ്പ് പൊട്ടിയിരിക്കുകയാണ്, അത് ഞങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അറിയിച്ചു. ശരി, ഓക്കെ, നിങ്ങൾ പരിശോധിച്ചോളൂ. ആ പരിശോധന 15 ദിവസമായിട്ടും തുടരുകയാണ്. ജനങ്ങൾക്ക് കുടിവെള്ളമില്ല. അത് കാരണം എന്തായാലും ഇന്ന് അതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തി എന്നതിന് ശേഷമേ പോകുന്നുള്ളൂ. ഒരിക്കൽ ഞാൻ അറസ്റ്റ് വരിച്ചു. ഇവിടെ കൗൺസിലേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പലരും എത്തിച്ചേരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം എൻ്റെ വാർഡിൽ വെള്ളമില്ല, 15 ദിവസമായി. അപ്പോൾ എന്തായാലും ഈ നിരാകരം കിടക്കേണ്ടതായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ ജല അതോറിറ്റി കുരിയാത്തി ഡിവിഷൻ്റെ ആളാണ്. ഈ നേരം മണി 11:30 ആകാൻ പോകുന്നു. അധികാരികളാരും AEയോ മറ്റ് വേണ്ടപ്പെട്ടവരാരോ ഇവിടെ എത്തിയിട്ടില്ല. ഓഫീസുകളിൽ വരുന്ന സമയം എന്ന് പറയുന്നത് 10-11 മണിയാണ് അവരുടെ ടൈം. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ നോക്കിക്കോളൂ. അദ്ദേഹം കണ്ടോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ എത്രയോ ജനങ്ങൾ വന്നു പോയി പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അധികാരികളെ നോക്കുമ്പോൾ അധികാരികളില്ല. അപ്പം ഈ അവസ്ഥയാണ് നമ്മുടെ കുരിയാത്തി വാട്ടർ അതോറിറ്റിയുടെ അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇത് നമുക്ക് വലിയൊരു ജനപ്രക്ഷോഭം തന്നെ സംഘടിപ്പിച്ച് ഇതിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വരെ ജനങ്ങൾ ചോദിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് കുടിവെള്ളം തരൂ എന്ന് പറഞ്ഞ് ജനങ്ങൾ ഓരോരുത്തരായിട്ട് എന്നെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എന്തായാലും ഇന്ന് ഇതിനൊരു ശാശ്വതമായ ഒരു തീരുമാനം കണ്ടെത്തുന്നത് വരെ ഇത് തുടരും. ഒരുപക്ഷെ രാത്രിയാകാം, ചിലപ്പോൾ നാളെയാകാം, അത് പ്രശ്നമേ അല്ല. ജനങ്ങളുടെ വിഷയത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ റെസിഡൻസിൻ്റെ ഭാരവാഹികളാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിപരമായി പ്രതികരിച്ചു. അപ്പോൾ അന്ന് കുറച്ച് വെള്ളം ഇവർക്ക് കൊടുത്തു. അപ്പോൾ ഓരോ നിമിഷവും പ്രതികരിച്ചാലേ വെള്ളം തരൂ എന്നുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ അടിക്കവിളാകം എന്ന് പറയുന്ന റെസിഡൻസിൻ്റെ ഭാരവാഹികൾ ഒരുപാട് പേരുണ്ട്. പല റെസിഡൻസിൻ്റെ ഭാരവാഹികളും എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ എന്തായാലും വെള്ളം തന്നതിന് ശേഷമേ ഇവിടെ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് ഞാൻ അന്തിമമായി പറയുകയാണ്. ഈ പ്രതിഷേധം തുടരും. ഇതിൻ്റെ കടുത്ത പ്രതിഷേധത്തിലേക്ക് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ കടുത്ത പ്രതിഷേധത്തിലേക്ക് ഇത് മാറും എന്നതിന് യാതൊരു സംശയമില്ല. സൂചന ആയാണ് ഞാനിതിപ്പോൾ എനിക്കിവിടെ കിടക്കേണ്ടി വരുന്നുണ്ട്. നടയിൽ വന്ന് കിടക്കേണ്ട ഒരവസ്ഥ ഇതിൻ്റെ AEയും AXCയും വേണ്ടപ്പെട്ട അധികാരികളും കൃത്യമായി അവരുടെ പണി എടുത്തിരുന്നുവെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഒരു ജനപ്രതിനിധി നിലക്ക് എനിക്ക് നിലത്ത് കിടക്കേണ്ട ഒരു അവസ്ഥ തീർത്ത ഉദ്യോഗസ്ഥന്മാർ അവരെന്തായാലും അത് തിരിച്ചറിയും എന്നാണ് എൻ്റെ വിശ്വാസം. ജനങ്ങൾക്ക് വെള്ളം കൊടുക്കണം. ജനങ്ങൾക്ക് വെള്ളം കൊടുത്ത് അവർ വെള്ളം കിട്ടിയെന്ന് അറിഞ്ഞതിന് ശേഷമേ ഞാൻ ഇവിടുന്ന് ഇഴിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായി പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ 2 ഇടി ഇടിപ്പിക്കുകയോ എന്ത് വേണം നിങ്ങൾ ചെയ്തോളൂ. എന്തായാലും എനിക്ക് ജനത്തിന് വെള്ളം കൊടുക്കണം എന്ന ആവശ്യമായിട്ട് തന്നെയാണ് ഞാനിവിടെ കിടക്കുന്നത്. ഇനി അവരുടെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല, എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഈ ജല അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ, ഞാൻ ഈ SCയെ കണ്ടു, വെള്ളയമ്പലത്ത് EE കണ്ടു,
ഞങ്ങളെല്ലാം ബോധിപ്പിച്ചു, ജനങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് ചെയ്യൂ. അവരൊന്നും ചെയ്യുന്നില്ല. ഇത് ജനങ്ങളുടെ വെല്ലുവിളിയാണോ? ജനങ്ങളെ വെല്ലുവിളിക്കുകയാണോ? കുടിവെള്ളം കൊടുക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണോ? എന്തായാലും ഇതിനൊരു ശാശ്വതമായ തീരുമാനം ഉണ്ടായേ മതിയാവൂ. മറ്റുള്ള കൗൺസിലേഴ്സ് എത്തിച്ചേരും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. കാരണം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളമില്ല. ആ കുടിവെള്ളം തരുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സാധാരണക്കാരന് വെള്ളമില്ലാതിരിക്കുമ്പോൾ വലിയ വലിയ ഫ്ലാറ്റുകൾക്കും വലിയ വലിയ ഹോട്ടൽ സമുച്ചയങ്ങളിലും ധാരാളമായി വെള്ളം കിട്ടുന്നു. ഇതെങ്ങനെ കിട്ടുന്നു? എങ്ങനെയാണ് അവർക്ക് 4 നിലയിലും 5 നിലയും കെട്ടിടത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് ആരാ കൊടുക്കുന്നേ? അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഉള്ള സിറ്റിയിലുള്ള ഒരു വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലുകൾക്കും അതുപോലുള്ള പ്രത്യേകപ്പെട്ട ഫ്ലാറ്റുകൾക്കും വെള്ളം സുലഭമായി കിട്ടുന്നു. സാധാരണപ്പെട്ടവൻ, ഇവിടെ സിറ്റിക്കകത്ത് താമസിക്കുന്ന പാവപ്പെട്ടവന്റെ വീട്ടിൽ പൈപ്പിൽ വെള്ളം വരുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു നമ്മൾക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഒരു വലിയ ഒരു ലോബിയുടെ ഒരു കളിയാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടും ഈ സമരം എന്തായാലും എൻ്റെ വാർഡിലല്ല, സമീപ വാർഡുകളിലും വെള്ളം കിട്ടുന്നതിലേക്ക് വേണ്ടി വെള്ളം തന്നേ പറ്റൂ. ഇനി അവിടെ പൊട്ടിയോ ഇവിടെ പൊട്ടിയോ അതൊക്കെ അന്വേഷിക്കേണ്ടത് 15 ദിവസമായിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പൂർണ്ണ പരാജയമാണ് എന്ന് തന്നെയാണ് ഞാൻ ഈ സമയത്ത് പറയുന്നത്. സമരം തുടരും.